പലരും പലതൊക്കെ എവിടെയോ മഴ ചെയ്താൽ ഇവിടെ കൊട ചൂടുക എന്ന് പറയാറുണ്ട്. റഷ്യയിൽ കൊട ചൂടിയാൽ ഇവിടെ റഷ്യയിൽ മഴ പെയ്തതിന് ഇവിടെ കൊട ചൂടുന്ന് പറഞ്ഞൊക്കെ പണ്ട് ഉദാഹരിക്കാറുണ്ട്. എന്ന പോലെ ഡമാസ്കസിൽ ഇബ്നു തൈമിയ്യന്റെ ഒരു ഫത്വ ഉണ്ടായാൽ നമ്മളവിടെ എന്തിനാ അത് കൊണ്ടാടുന്നത്? ഇത് ദൗർഭാഗ്യവശാൽ മൗലിദിലും വന്നു. ഇതാ കുഴങ്ങിയത്. അദ്ദേഹത്തിന്റെ പുതിയ ഫത്വകൾ എവിടെ വന്നോ അതെടുത്തിട്ട് കൊണ്ടാടാനായിട്ടൊരു കൂട്ടം ദല്ലാൽമാർ. ഇങ്ങനെ അധപ്പതിച്ചാലോ നമ്മുടെ കേരളക്കാർ? അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ നമ്മൾ കൊണ്ടാടാനായിട്ട് നടന്നത് അത് കേരളത്തിലെ ശാഫിഈ മദ്ഹബുകാർക്ക് മേൽ ബാധകമാക്കാൻ അതൊരു വലിയ അക്രമമല്ലേ? തന്റെ മദ്ഹബിലെ ഫത്വയാണെങ്കിൽ ഏറെ വന്നാൽ അദ്ദേഹത്തിന്റെ ഫത്വ ഹംബലി മദ്ഹബുകാർക്കല്ലേ ബാധകമാക്കേണ്ടു? അദ്ദേഹത്തിന്റെ ഫത്വ സുദീർഘമാണ്. അദ്ദേഹം ഇത് ബിദ്അത്താണ്, മോശമാണ്, ഉണ്ടാക്കലാണ്, ദീനിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ സതുദ്ദേശപരമായി ഇത്തരം നല്ല കർമ്മങ്ങൾ റസൂലുള്ളാഹിനെ ബഹുമാനിച്ചും മാനിച്ചും ഉണ്ടാക്കുന്നതാണെങ്കിൽ തങ്ങളെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് പുണ്യാർഹമാണ്, അത് പ്രതിഫലാർഹമാണ്. ഓന്റെ ഉദ്ദേശം അല്ലാഹു തആല ഖായിബാക്കൂല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ സുദീർഘ ഫത്വകളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ വളച്ചു കിട്ടില്ല. ഹറാമാണെന്നും കറാഹത്താണെന്നും നന്ന ചുരുങ്ങിയത് മൗലിദുമായി ബന്ധപ്പെടുന്ന ഏത് ആചാരവും കറാഹത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വിധി. പക്ഷെ ആ ഫത്വക്കൊപ്പം തന്നെ സതുദ്ദേശപൂർവം റസൂലുള്ളാഹിനെ മാനിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചുമാണ് ഒരാൾ ഇതുമായി ബന്ധപ്പെടുന്നതും ഉണ്ടാക്കുന്നതുമെങ്കിൽ ആ നല്ല കരുത്തിന് പുണ്യം കിട്ടും, അത് അല്ലാഹു ഖായിബാക്കുകയില്ല എന്ന രീതിയിൽ അദ്ദേഹം തന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു ആനുകൂല്യം കൂടി വെക്കാതെ, അദ്ദേഹം വെച്ച ആനുകൂല്യം കൂടി ശാഫിഈ മദ്ഹബുകാർക്ക് നൽകാതെ ഹംബലി മദ്ഹബുകളിൽ പിൻഗാമികാരനായ അദ്ദേഹം തന്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ അല്ലെങ്കിൽ തന്റെ മദ്ഹബുകാരായ മുൻഗാമികളെയോ മാലിക്കി മദ്ഹബിലെ ചിലരെയോ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഈ ഫത്വ കേരളത്തിലെ ശാഫിഈ മദ്ഹബുകാർക്കിടയിൽ വെച്ചു കിട്ടുന്നത് വളരെ വലിയ ആക്രമണമാണ്. ഇത് ഞങ്ങളുടെ മദ്ഹബ് സംബന്ധമായ സ്വാതന്ത്ര്യത്തിനെതിരുള്ള കയ്യേറ്റമായി ഞങ്ങൾ ഉയർത്തി കാണിക്കും. ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലേ ശാഫിഈ മദ്ഹബുകാർക്ക്? ശാഫിഈ മദ്ഹബ് അനുസരിച്ച് നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 4 മദ്ഹബുകാർക്കും അവരുടെ മദ്ഹബ് അനുസരിച്ച് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ വേണം. ഈ സ്വാതന്ത്ര്യത്തിനെതിരെ നടക്കുന്ന കയ്യേറ്റത്തിൽപ്പെട്ടതാണ് കേരളത്തിലെ ശാഫിഈ മദ്ഹബുകാർക്കെതിരെ ഹംബലി മദ്ഹബുകാരനായ ഇബ്നു തൈമിയ്യയുടെ നിയമങ്ങളും അദ്ദേഹത്തിന്റെ ഫത്വകളും ഒക്കെ നടപ്പാക്കാനുള്ള പരിശ്രമം. അദ്ദേഹം അവിടെ പറഞ്ഞാൽ അതിവിടെ നമ്മൾ നടപ്പാക്കിക്കൊള്ളണം എന്ന വാശി നമ്മുടെ മദ്ഹബിനെയും കേരളക്കാരെയും മനസ്സിലാക്കാതിരിക്കുന്നതാണ്. എങ്ങനെ ഇരുന്നാൽ ഇബ്നു തൈമിയ്യയോടുള്ള പ്രത്യേക അനുരാഗം കൊണ്ടും ബന്ധം കൊണ്ടും കടപ്പാടുകൊണ്ടും മൗലിദിനെ മൊത്തമായി ചിലരിവിടെ ഹറാം അല്ലെങ്കിൽ കറാഹത്ത് എന്നൊക്കെ ഇബ്നു തൈമിയ്യ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി പടി കടന്നിട്ട് മൊത്തം ഹറാം. കേരളത്തിലെ വഹാബിസത്തിന്റെ ഹറാമെന്ന് താന്നിട്ടൊരു വിധി ഇത് ആരുമില്ല. ബിദ്അത്താണ്, അനാചാരമാണ്, ഹറാമാണ്. ചിലപ്പോൾ ശിർക്കും ആവും, കുഫ്റും ആവും. ചിലപ്പോന്നൊന്നുമല്ല, നമ്മളെ വിചാരത്തിൽ ശിർക്ക് തന്നെയാണ്. അപ്പൊ ശിർക്ക്, കുഫ്ർ, ഹറാം ഇതിൽ നിന്ന് വിട്ടിട്ടൊന്നുമില്ല. ഇബ്നു തൈമിയ്യന്റെ ഫത്വ അങ്ങനെയല്ല. ഇബ്നു തൈമിയ്യന്റെ ഫത്വ ബിദ്അത്ത് എന്ന നിലക്ക് നന്ന ചുരുങ്ങിയത് കറാഹത്ത് വരണം. വളരെ നിഷിദ്ധമായ അനാചാരങ്ങൾ അതിന്റെ ഒപ്പം കൂടുമ്പോൾ അത് ഹറാം വരണം. ഈ രീതിയിലാണ് ഇബ്നു തൈമിയ്യയുടെ ഫത്വയെങ്കിൽ നമ്മളെ ഇവിടെ അത് ഉദ്ധരിക്കുന്ന ആളുകൾ കർശനമായി ശാഫിഈ മദ്ഹബുകാരുടെ മേൽ നടപ്പാക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതും ബലാത്കാരമായി അടിച്ചേൽപ്പിക്കുന്നതും ഇത് ബിദ്അത്തും കടുത്ത ഹറാമുമാകുന്നു. ശിർക്കും കുഫ്റുമാകാനും ഇടയുണ്ട് എന്നാണ്. മിക്കവാറും ഒക്കെ ശിർക്കും കുഫ്റും ആണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഈ വിധി വാസ്തവത്തിൽ വന്നത് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന കേരളക്കാരുടെ മദ്ഹബ് സംബന്ധമായ വിധിയെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ അത് ഗൗനിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിക്കൂല എന്ന ഫാഷിസ മനസ്സോ ഇതേതെങ്കിലും പിന്നിലുള്ളവരാണ് ഈ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലിദിനെതിരെ അത് ബിദ്അത്ത്, അനാചാരം, ഹറാം, ശിർക്ക്, കുഫ്ർ എന്നൊക്കെയായി പറഞ്ഞു വന്നവര്. അതുകൊണ്ട് നമ്മുടെ മദ്ഹബുമായി ബന്ധപ്പെട്ട് മൗലിദിനെ മൊത്തം നമ്മൾ വിലയിരുത്തേണ്ടത്, മൗലിദ് കർമ്മങ്ങളുമായി നടക്കുന്ന നമ്മുടെ ആചാരങ്ങളെ മൊത്തം നമ്മൾ വിലയിരുത്തേണ്ടത് യാതൊരു ഭയവും വേണ്ട, ആശങ്കയും വേണ്ട, സംശയവും വേണ്ട, മറ്റൊരു ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ചൂളേണ്ടതുമില്ല. ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണപ്രകാരം ഇതിന്റെ വിധി ബിദ്അത്ത്, പുതുതായി വന്ന ആചാരം, അതേസമയം നല്ലതും പുണ്യാർഹവും ആഖിറത്തിൽ പുണ്യം കിട്ടുന്നതും എന്നാണ്. ഈ മൗലിദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിമർശന വിധേയമായിരിക്കുന്ന മൗലിദാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടതുപോലെ നമ്മൾ ഇന്ന് ചർച്ചക്കെടുത്തിട്ടുള്ള മങ്കൂസ് മൗലിദ്. വളരെ മോശം മങ്കൂസ് മൗലിദ്. ഇതാണ് ആരോപണം. ഒന്നാമത്തെ ആരോപണം ഇതൊരു വാറോലയാണ്.
ഇതാരാ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞൂടെ, എന്താന്ന് പറഞ്ഞിട്ട് ഇത് വാറോലയാണ്. ഒരാരോപണം തന്നെ. രണ്ടാമത്തെ ആരോപണം, വാറോലയായതിൻ്റെ ഒപ്പം അതിൽ അടിസ്ഥാനരഹിതമായ കള്ളക്കഥകൾ ധാരാളമുണ്ട്. റസൂലുള്ളാഹിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ അടിസ്ഥാനരഹിതമായ കള്ളക്കഥകൾ ധാരാളം വെച്ചു കെട്ടിയിട്ടുള്ള, കുത്തി നിറച്ചിട്ടുള്ളൊരു മൗലിദാണ് മങ്കൂസ് മൗലിദ്. മാത്രമല്ല ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ ജൂതന്മാരെ അതിൽ എടുത്തുധരിക്കുകയും ആ ജൂതന്മാരുടെ അഭിപ്രായങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജൂതന്മാരുടെ മോശപ്പെട്ട, അവരുടെ ഉള്ളിൽ ഒളിച്ചു വെച്ച മോശപ്പെട്ട അവരുടെ സൂത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും വഴിവെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മങ്കൂസ് മൗലിദ് പാരായണവും മങ്കൂസ് മൗലിദ് ഓതലും കൊണ്ടു നടക്കലും. ഇതിനെല്ലാം പുറമെ ഇതിൻ്റെ അകത്ത് ശിർക്കുപരമായ അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളും വിളികളും അടക്കമുള്ള ശിർക്കുകളൊക്കെ ഉണ്ട്. ഇനി വിളികളൊന്നും ഇല്ലെങ്കിലും റസൂലുള്ളാഹിന്റെ പ്രീതിയോ പൊരുത്തോ പ്രതീക്ഷിക്കാതെ ആഗ്രഹിക്കാതെ ഒരാളും മൗലൂദ് ഓതുമല്ലോ, അത് പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാവും. കെ ഉമർ മൗലവിയുടെ ഖണ്ഡിതമായ ഫത്വ. അതിനെപ്പറ്റി ചോദിച്ചാൽ ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവല്ലാത്തവർ പ്രതീക്ഷ അർപ്പിക്കലാണ്. അതുകൊണ്ട് അത് ശിർക്ക് തന്നെ, കുഫർ തന്നെ ഇന്നത്തെ എല്ലാ എതിർപ്പുകാരുടെയും അടിവരട്ടുള്ള പ്രഖ്യാപനം. അപ്പോൾ ഇനി മതിയല്ലോ. സാധാരണഗതിയിൽ ഏത് പുതിയ കാര്യങ്ങൾക്കും ഉള്ളതിലുപരി ശിർക്കിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന രീതിയിൽ 4 പ്രധാന ആരോപണങ്ങളാണ് മങ്കൂസ് മൗലിദിനെ കുറിച്ച് മൊത്തമായി ഉന്നയിക്കപ്പെടുന്നത്. ഇനി ഓരോരുത്തരും അത് കൈ കിട്ടിയാൽ ഓരോരുത്തരും പുതിയ 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 ഉണ്ടാവും. ഈ 4 പ്രശ്നങ്ങളിൽ ചൂണ്ടി നിന്നുകൊണ്ടാണ്, അതുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ടാണ് മങ്കൂസ് മൗലിദിനെ അല്പമായി നമ്മളിവിടെ വിഷയത്തിൽ അവതരിപ്പിക്കുന്നത്. വാറോല എന്ന പ്രയോഗം തന്നെ എന്തിനാ പറയാൻ നീട്ടങ്ങൾ ആലോചിച്ചിട്ടില്ല. ആള് എഴുതിയിട്ടില്ല ചട്ടമേന്ന് വെച്ചാൽ അതൊക്കെ വാറോല എന്ന് അവർ മനസ്സിലാക്കിക്കുന്നത്. വാറോല, ഓലയെങ്കിലും ഉണ്ടല്ലോ ഇല്ലേ ഓല. ഈ ഓല എന്താണെങ്കിലും ആലോചിച്ചൂടെ. ഇരിക്കട്ടെ, മങ്കൂസ് മൗലിദ് വാറോലയാണ് എന്ന് പറയാൻ എന്താണ് കാരണം? അതിൻ്റെ രചയിതാവാരാണ് തിരിഞ്ഞിട്ടില്ല. രചയിതാവിനെ തിരിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ചിലരൊക്കെ ഉപയോഗിക്കുന്നത് വാറോല എന്ന് പറയുന്നത്. വല്ല നോട്ടീസും മറ്റൊക്കെ കണ്ട് ഇറങ്ങിയാൽ അതിൽ ആളെ പേരെഴുതാതെ ഒരു കൂട്ടം ആളുകൾ, ഒരു മറ്റേ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അപ്പം അതിനെപ്പറ്റി പറയുന്നൊരു പേരാണല്ലോ വാറോലാണ്. പക്ഷെ അതിനെപ്പറ്റിയൊക്കെ പറയാൻ ഭാഷയുമായി ബന്ധമുണ്ട്. മങ്കൂസ് മൗലിദിനെ പറ്റി എന്തർത്ഥത്തിലാണ് ഈ വാറോല എന്നറിയുന്നത്? ഒരു മലയാള ഡിക്ഷണറി എങ്കിലും നോക്കിങ്ങാണ്ട് വാറോല നോക്കി പഠിക്കല്ലേ വേണ്ടേ? അപ്പം ആ തരത്തിലുള്ളൊരു വാറോല എന്നുള്ള ആരോപണം വളരെ വൃത്തികെട്ട മനസ്സിൽ നിന്നേ വരൂ. അത്ര വൃത്തികെട്ട മനസ്സിൽ നിന്ന് വരുന്ന വാചകങ്ങളാണ് ഇതൊക്കെ. മനസ്സിന്റെ വൃത്തികേടിനനുസരിച്ചാണല്ലോ വാചകം വരിക. അവരെ നമുക്ക് മാറ്റി നിർത്താം. അതിന് രചയിതാവ് അറിയപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വെക്കുക. എന്നാൽ വിഷയം തെറ്റാണ്. രചയിതാവ് അറിയപ്പെട്ടില്ലെങ്കിൽ നമ്മളെ സ്കൂളിലെ ബുക്കുകൾ, മദ്രസിലെ ബുക്കുകളൊക്കെ രചയിതാവ് എഴുതിയതാണല്ലോ അധിക പാഠബുക്കുകളും. സ്കൂളിലെ പാഠബുക്കുകളൊക്കെ ആരാ രചയിതാവ് എന്ന് എഴുതാറുണ്ടോ? ഒരു സംഘം ചേർന്നാണെങ്കിൽ തന്നെ ഇന്നവർ രചിച്ചതാണ് എന്ന് എഴുതണ്ടേ? മദ്രസയിലെ പാഠപുസ്തകങ്ങൾ രചയിതാവിന് എഴുതാറുണ്ടോ? അങ്ങനെ രചയിതാവിന് എഴുതാത്ത എത്ര ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ആധികാരിക ഗ്രന്ഥങ്ങളാക്കിയിട്ട് കൊണ്ടു നടക്കുന്നത്? എല്ലാം രചയിതാവിന് എഴുതണമെന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പം വന്ന രൂപങ്ങളും അല്ലേ, ശൈലികളും. ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഖ്ലാസിന്റെ ഏറ്റവും ഉദാത്ത മാതൃകകളായ നമ്മുടെ ഇമാമുകൾക്കുള്ള ഒരു പ്രത്യേകമായ രീതിയാണത്. അവരുടെ രചനകളിലും സൃഷ്ടികളിലും അവരുടെ പേരും വിലാസവും മനസ്സിലാകുന്ന എന്തെങ്കിലുമോ കൂട്ടിച്ചേർക്കാതെ എഴുതുക എന്നത്. അപൂർവം ചിലരാണ് ഇതിന് അപവാദമായി ഗ്രന്ഥകാരന്റെ പേരെഴുതിയിട്ടും മറ്റൊക്കെ ചെയ്തിട്ടുള്ളൂ. മൗലിദിലുണ്ട് ചിലരൊക്കെ പേരെഴുതിയിട്ട്. എന്നാൽ അപൂർവം ചില ഗ്രന്ഥങ്ങളെ അങ്ങനെ കാണൂ. ബാക്കിയെല്ലാം ഇപ്പൊ മുത്തഫരിദ് 10 കിതാബിലെ ഓരോന്നിന്റെ പേരും ആരാത് രചിച്ചെന്ന് ഇത് വേറെ പഠിച്ചിട്ട് വേണം. അത് പണ്ഡിതന്മാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് കണ്ടിട്ടൊക്കെ വാറോലയാണ്, ആളില്ലാതെ എങ്ങനെ ഉണ്ടായതാണോ എന്ന് മനസ്സിലാക്കണ്ട. അപ്പൊ പേരെഴുതാതിരിക്കുക, തന്നെ ചേർത്ത് ഇതിനെ വിവരിക്കാതിരിക്കുക, അത് അവരുടെ ഇമാം ഷാഫി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമിന്റെ തന്നെ ഒരു നല്ല ചിന്ത അതാ. പടച്ചവനെ, എൻ്റെ ഈ ഇൽമിനെ എന്നിലേക്ക് ചേർത്തപ്പെടാതെ നീ ഇവിടെ ലോകത്ത് പരത്തേണമേ, വ്യാപകമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഇമാമിന്റെ അനുയായികളാണ് ഷാഫി മദ്ഹബുകാർ. അതുകൊണ്ട് തന്നെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തകളെ വാസ്തവത്തിൽ നമ്മൾ ഉദ്ധരിക്കുന്നത് നബി ഇമാമിന്റെ കിതാബ്, റാഫി ഇമാമിന്റെ കിതാബ്, ഇബ്നു ഹജറിന്റെ കിതാബ് എന്നാ. നോക്കി നിങ്ങൾ, ഷാഫി ഇമാമിന്റെ കിതാബ് എന്ന് ഉദ്ധരിക്കാറ് വളരെ കമ്മിയാണ്.